നിങ്ങൾ വർക്കൗട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. ടയർഡാണ്, നല്ല വിശപ്പുണ്ട്. ഈ നിമിഷം നിങ്ങൾ എടുക്കുന്ന ആ ഒരു തീരുമാനം, അതൊരു ചായയാകാം, ജ്യൂസ് ആകാം, അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ഷേക്ക് ആകാം. അതാണ് നിങ്ങളുടെ ആ ദിവസത്തെ മുഴുവൻ കഷ്ടപ്പാടിൻ്റെയും ഫലം തീരുമാനിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫിറ്റ്നസിനെ സഹായിക്കുകയാണോ അതോ നിശബ്ദമായി ചതിക്കുകയാണോ? ഭക്ഷണം സ്വതവേ നല്ലതോ മോശമോ അല്ല. ഇവിടെ കോണ്ടെക്സ്റ്റാണ് താരം. നിങ്ങളുടെ ഗോൾ എന്താണ് എന്നതാണ് പ്രധാനം. വർക്കൗട്ട് സമയത്ത് നമ്മുടെ ശരീരം ഒരു ഹോർമോൺ ഓർക്കസ്ട്ര പോലെയാണ് പ്രവർത്തിക്കുന്നത്. ശരീരം അതിൻ്റെ സ്റ്റോറേജ് മോഡ് ഓഫ് ചെയ്ത് ബേണിംഗ് മോഡ് ഓൺ ചെയ്യുന്നു. ഇവിടെ ഇൻസുലിൻ എന്ന ഹോർമോൺ താഴേക്ക് പോകുകയും ഗ്രോത്ത് ഹോർമോണും അഡ്രിനാലിനും കുതിച്ചുയരുകയും ചെയ്യുന്നു. ഇത് കൊഴുപ്പെരിച്ചു കളയാൻ പ്രകൃതി നൽകുന്ന ഒരു സുവർണാവസരമാണ്. ഇതിനെ നമുക്കൊരു ഫാറ്റ് ബേണിംഗ് വിൻഡോ എന്ന് വിളിക്കാം. പക്ഷേ ഈ സമയത്താണ് നമ്മൾ ഒരു ഗ്ലാസ് മധുരമിട്ട് ചായയോ ജ്യൂസോ കുടിക്കുന്നത് എന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? ആ നിമിഷം രക്തത്തിൽ പഞ്ചസാര ഉയരുന്നു. ഉടനെ ഇൻസുലിൻ കുതിച്ചെത്തുന്നു. ഇൻസുലിൻ വന്നാൽ പിന്നെ കൊഴുപ്പ് കട്ടൽ അവിടെ നിലയ്ക്കും. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഉയർന്ന ഇൻസുലിൻ നിലയിൽ ഫാറ്റ് ബ്രേക്ക് ഡൗൺ നടക്കില്ലെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. അതായത് വർക്കൗട്ട് കഴിഞ്ഞ് ഉടനെ കഴിക്കുന്ന ആ മധുരം നിങ്ങളുടെ ശരീരത്തെ വീണ്ടും ഫാറ്റ് സ്റ്റോറേജ് മോഡിലേക്ക് തള്ളിയിടുന്നു. ഇനി പഞ്ചസാരയില്ലാത്ത പാലൊഴിച്ച ചായയാണെങ്കിൽ പോലും അതിലെ ലാക്ടോസ് ഒരു ഇൻസുലിൻ റെസ്പോൺസ് ഉണ്ടാക്കാം. അതുകൊണ്ട് ഫാറ്റ് ലോസ് ആണ് ലക്ഷ്യമെങ്കിൽ വർക്കൗട്ട് കഴിഞ്ഞ് ഉടനെ ലിക്വിഡ് കാലറികളെ പടിക്ക് പുറത്തു നിർത്തുക. ഇനി ജിമ്മിൽ പോകുന്നവരുടെ പ്രോട്ടീൻ ഷേക്കിന്റെ കാര്യം. വേ പ്രോട്ടീൻ പേശികൾ വളർത്താൻ മികച്ചതാണെന്ന് അമേരിക്കൻ ജേർണൽ ഓഫ് ഫിസിയോളജി ഉൾപ്പെടെയുള്ള പഠനങ്ങൾ പറയുന്നു. പ്രോട്ടീനിലെ ല്യൂസിൻ എന്ന അമിനോ ആസിഡ് ഒരു അനബോളിക് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കും. ഇത് മസിൽ നിർമ്മാണത്തിന് നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് ഫാറ്റി ലിവറോ ഇൻസുലിൻ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസോ ഉണ്ടെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഇൻസുലിൻ സ്പൈക്കുകൾ നിങ്ങളുടെ മെറ്റബോളിസത്തെ തകർക്കും. അവിടെയാണ് കോണ്ടെക്സ്റ്റ് പ്രധാനമാകുന്നത്.